മനസ്സിലായോ? അതുകൊണ്ടാണ് ചന്ദ്രന് ഒരേ സമയം ശുഭഗ്രഹമാകാം, അതായത് ചില ആൾക്കാരുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ പാപഗ്രഹമായിരിക്കാം, ചില ആൾക്കാരുടെ ഗ്രഹനിലയിൽ ശുഭഗ്രഹമായിരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഗ്രഹനില എടുത്ത് ഒന്നുകൂടെ നോക്കിയാലോ, ഇതെങ്ങനെ അറിയുന്നത്. ഇവിടെ ഈ ഗ്രഹനിലയുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതറിയാം, ഇവിടുന്ന് ഇങ്ങോട്ടാണ് എങ്ങനെ ഈ ഗ്രഹനില നമ്മൾ ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസിലാണ് ചന്ദ്രൻ മൂവ് ചെയ്യുന്നത്. ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പല വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇവിടെ ഈ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ സൂര്യൻ്റെ പുറകിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. സൂര്യൻ്റെ പുറകിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ എങ്ങനായിരിക്കും? കറുത്ത പക്ഷത്തിലായിരിക്കും. മനസ്സിലായോ? അതേസമയം ചന്ദ്രൻ ഇവിടെ നിന്നിരുന്നെങ്കിലോ, ഇവിടാണ് ചന്ദ്രൻ നിന്നതെങ്കിൽ സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത്. സൂര്യൻ വരുന്നേ ഉള്ളൂ ഇങ്ങോട്ട്, പക്ഷെ ചന്ദ്രൻ അതിനും മുൻപിലാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ്? ഒരു വെളുത്ത പക്ഷത്തിലാണ് ഈ ജാതകൻ ജനിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അത്ര സിമ്പിളാണ്. അപ്പോൾ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ഗ്രഹനില നോക്കി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. ഇവിടെ സൂര്യൻ നിൽക്കുന്നു. ഇനി നമ്മൾ ചന്ദ്രനെ നോക്കണം. ചന്ദ്രൻ നിൽക്കുന്നത് സൂര്യന് പുറകിലാണോ സൂര്യന് മുൻപിലാണോ? സൂര്യന് പുറകിലാണെങ്കിൽ കറുത്ത പക്ഷമാണ്, കറുത്ത പക്ഷത്തിലാണ് ഈ ജാതകൻ ജനിച്ചത്. സൂര്യൻ്റെ മുൻപിലാണെങ്കിൽ ഇവിടെ ആയിരിക്കും, വെളുത്ത പക്ഷത്തിലായിരിക്കും ജനിച്ചത്. പിന്നെ അതിന് ശേഷമാണ് അഷ്ടമിയാണോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കറുത്ത പക്ഷത്തിലുള്ള ചന്ദ്രന് കുറച്ച് പാപത്വം ഉണ്ടാകും. ആ ചന്ദ്രൻ ചില മോശമായ ഗുണങ്ങൾ ഈ ജാതകന് കൊടുക്കുന്നു എന്നാണ് നമ്മൾ ചന്ദ്രനല്ല കൊടുക്കുന്നത്. ചന്ദ്രൻ അത് സൂചിപ്പിച്ച് തരുവാണ് ചെയ്യുന്നത്. നമ്മൾ ചുരുക്കത്തിൽ പറയും ചന്ദ്രൻ തരുന്നെന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ പാപഗ്രഹമായിട്ട് വരാം, അതുപോലെ ശുഭഗ്രഹവുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചന്ദ്രൻ്റെ കാര്യങ്ങൾ. ചന്ദ്രൻ പാപ ശുഭഗ്രഹമാണ്, മാതൃകാരകനാണ്. അടുത്തത് കുജൻ, ചൊവ്വ. ചൊവ്വയെപ്പറ്റി സാധാരണ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 2-3 കാര്യങ്ങളുണ്ടാകാണ്. 3 എഴുതിയിരിക്കുന്നത്. മാക്സിമം 3 നമ്പർ എഴുതിയിട്ടുള്ളൂ. കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന കാരകത്വം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അനേക കാരകത്വങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പയ്യെ സമയമെടുത്ത് പഠിച്ചോളൂ. അപ്പോൾ ഇവിടെ കുജൻ എന്താണ്? ഒരു പാപഗ്രഹമാണ് ചൊവ്വ. പാപഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? ശുഭഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ പറഞ്ഞാൽ ആ ശുഭഗ്രഹം ഇപ്പോൾ ഗ്രഹങ്ങൾക്ക് ബലം കൂടുകയും കുറയുകയും ചെയ്യുന്ന നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട്. അത് പറയുമ്പോഴത്തേക്കും പറയാം ശുഭഗ്രഹം പാപഗ്രഹത്തിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് പോവാം. തൊട്ടടുത്ത സെഷൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുജൻ ഒരു പാപഗ്രഹമാണ്, ചൊവ്വ. എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ? ചൊവ്വ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ചൊവ്വ സൂചിപ്പിക്കുന്നത് സഹോദരകാരകനാണ്. അതായത് ഈ ജാതകൻ്റെ സഹോദരനെ പറ്റിയുള്ള സൂചനകൾ തരുന്നു. പിന്നെ അതുകൂടാതെയോ ഈ ഈ ജാതകൻ്റെ ഭൂമി വസ്തുവകകളുടെ കാരകനാണ്. ഈ ജാതകന് എത്രമാത്രം വസ്തുവകകളുണ്ട്, അത് വസ്തുവകകളില്ലയോ, അതിൻ്റെ സൂചന കുജൻ തരുന്നു. പിന്നെ മൂന്നാമത്തേത് കുജൻ കലഹകാരകൻ കൂടിയാണ് എന്നാണ് പറയുന്നത്. അതായത് പൊതുവെ കുജൻ
ജാതകന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ രീതി സ്വഭാവത്തിലൊക്കെ ഉണ്ടായിരിക്കും. കുജൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ ജാതകന് പെട്ടെന്ന് വഴക്കുണ്ടാക്കാനും ദേഷ്യപ്പെടാനും എടുത്തിയാടാനും ഒക്കെയുള്ള ഒരു പ്രവണത കുജൻ്റെ ഒരു സ്വഭാവമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് സഹോദരകാരകൻ, മറ്റൊന്ന് ഭൂമികാരകൻ, പിന്നെ ഒന്ന് കലഹകാരകൻ. അടുത്തതും ഒരു ശുഭ പാപ ഗ്രഹമാണ്. അതിന് ബുധൻ പറയുന്നത്. ബുധൻ നമ്മൾ ഭൂ എന്നെഴുതും. അതിന് നമ്മൾ വിദ്യാകാരകൻ എന്നാണ് പറയുന്നത്. വിദ്യാകാരകനാണ് ബുധൻ. അതായത് ഒരാൾക്ക് എത്രമാത്രം വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ എത്രമാത്രം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ എത്രമാത്രം പഠിക്കും, പഠനത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എന്ത് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ബുധൻ നല്ല രീതിയിൽ ആണ് ഒരാളുടെ ഗ്രഹനിലയെങ്കിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ബുദ്ധിമാനും നല്ല പണ്ഡിതനും നല്ല വാഗ്മിയും അങ്ങനെയുള്ള പല പല ഗുണങ്ങൾ, നല്ല രീതിയിൽ സംസാരിക്കാനും അറിവുള്ള ആളാകുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും അല്ലേ. നിങ്ങൾ ONV കുറുപ്പ് സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലേ. ആ സംസാരങ്ങളും വാക്കുകളൊക്കെ വരുന്നത് ഒരു കവിത വരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയ്ക്ക് പാണ്ഡിത്യം ഉള്ള ആളാണ്. അതുപോലെ നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോഴത്തേക്കും എഴുത്തച്ഛൻ അതിങ്ങനെ എഴുതിയതാണ്. അതിങ്ങനെ എന്താ പറയുന്നത്, നല്ല മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വാക്കുകളും ഭാഷ ഇങ്ങനെ ഒഴുകി വരുന്നത്. അത്രയ്ക്ക് പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ ഇതുപോലെ സംസാരിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബുധൻ്റെ ഒരു അനുകൂല സ്ഥിതി ഈ ഉള്ള ജാതകനെ നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ഗ്രഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇതിൻ്റെ അന്ന് നമുക്ക് പറയാം. തൊട്ട് മുമ്പ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, കുജൻ കലഹകാരകൻ. അപ്പോൾ കുജൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എടുത്തിയായിട്ട് ദേഷ്യപ്പെടുന്നതൊക്കെ ഉള്ളൊരു സ്വഭാവം വരാം. വളരെ ചിന്തിച്ച് വളരെ നല്ല ശുദ്ധമായ വാക്കുകളൊക്കെ നന്നായിട്ട് പ്രയോഗിക്കാൻ കഴിവുള്ള ആൾക്കാർ നമ്മൾ വിദ്യാകാരകനാണ്. സരസ്വതി ദേവിയുടെ ഐശ്വര്യം അനുഗ്രഹമുള്ള ആളാണെങ്കിൽ അത് ബുധഗ്രഹത്തിൻ്റെ ഒരു നല്ല പവർഫുള്ളായിട്ട് ബുധഗ്രഹം അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിലുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ അമ്മമാരുമായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെ ഉണ്ടാകും. എല്ലാ കാര്യത്തിനും അമ്മ വേണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു അമ്മ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അമ്മയ്ക്ക് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അങ്ങനെ അതുപോലുള്ള ഗ്രഹനില ഉണ്ടെങ്കിൽ അമ്മ ചന്ദ്രൻ നല്ല ശുഭമായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിൽ അമ്മയായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നയാൾ, തമാശയായിട്ട് വഴക്കുണ്ടാക്കുന്നതല്ല, ഇച്ചിരി സീരിയസ് ആയിട്ട് വഴക്കുണ്ടാക്കുന്ന ആളാണെങ്കിൽ മനസ്സിലാക്കുന്നത് ചന്ദ്രൻ പാപഗ്രഹമായിട്ടാണ് ആ ഗ്രഹനിലയിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അയാളുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രഹനില നമുക്ക് എഴുതി ഉണ്ടാക്കാം. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ആദിത്യൻ, സൂര്യൻ അച്ഛനും മകനോട് ഒരിക്കലും ചേരിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ. അപ്പോൾ എന്താണ്, ആ ജാതകൻ്റെ ഗ്രഹനിലയിൽ സൂര്യൻ നല്ല മോശമായ സ്ഥലത്താണ്, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അല്ല, ഒരാള് ജനിക്കുമ്പോഴത്തേനും ആദിത്യ ദശയിലാണ് ജനിച്ചതെന്ന് വെച്ചോ, അങ്ങനെ ആ പുള്ളിയുടെ ജീവിതം മുഴുവൻ ആദിത്യ ദശയുടെ ഇത് കാണിക്കുവോ? ഇല്ല. ആദ്യത്തെ ദശ, ഈ ദശാകാലമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല നമ്മളിപ്പോൾ പറയുന്നതിന്. മനസ്സിലായി? അത് വേറൊരു സംഭവമാണ്, അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഇത് ഗ്രഹനിലയിൽ
ആദിത്യൻ നല്ല സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അത് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല രീതിയിലാണ്, നല്ല സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അച്ഛനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സോളിഡായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ ദശ നല്ലതുമായിരിക്കും. ദശാകാലം സൂര്യൻ നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ചന്ദ്രൻ മോശമായിട്ട് പാപനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ചന്ദ്രദശ വരുമ്പോഴത്തേക്കും ഇയാൾക്ക് അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ അമ്മയായിട്ടുള്ള അടുപ്പവും വളരെ കുറവായിരിക്കും. അപ്പോൾ ദശാകാലത്തിലും ഇതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഈ ഗ്രഹത്തിൻ്റെ നിൽപ്പ് ബാധിക്കുന്നതാണ്. ഇപ്പോൾ രണ്ട് രീതിയിലും എഫക്റ്റ് ഉണ്ട്. ദശാകാലത്തിനും എഫക്റ്റ് ഉണ്ട്. ദശാകാലം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആ ജാതകത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ചന്ദ്രൻ പാപനായിട്ട് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ നല്ല രീതിയിലല്ല നിൽക്കുന്നതെങ്കിൽ ആ ഒരു ദശാകാലവും, അതുപോലെ തന്നെ മാതാവാണെങ്കിൽ മാതാവ്, പിതാവാണെങ്കിൽ പിതാവ്, അവരുമായിട്ടുള്ള ബന്ധവും അതുപോലെ നല്ലതായിരിക്കില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ചൊവ്വ സഹോദരകാരകനാണ്. സഹോദരനുമായിട്ട് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചൊവ്വ നല്ല രീതിയിൽ നിൽക്കണം. ചൊവ്വ നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഒരു ഗ്രഹനില ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഇതനുസരിച്ച് ആ ആളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ദശാകാലവും ഇതിന് ബാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ബുധൻ പറഞ്ഞു വിദ്യാകാരകൻ, നല്ല വിദ്യാഭ്യാസത്തിനൊക്കെ സാധ്യത കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വ്യാഴത്തെ നമ്മൾ എന്താ പറയുന്നത്, ഏറ്റവും ശുഭമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം എന്നാണ് പറയുന്നത്. ഈശ്വരാധീനമുള്ള ആൾക്കാരുടെ ഗ്രഹനിലയിൽ വ്യാഴം നല്ലൊരു റോൾ വഹിക്കുന്നുണ്ട്. ഇച്ചിരി മോശമായിട്ടുള്ള ഗ്രഹനിലയാണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലതാണെങ്കിൽ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ എല്ലാത്തിൻ്റെയും നെഗറ്റീവ്നെസ് ഒരു പരിധി വരെ അത് ന്യൂട്രലൈസ് ചെയ്യും. അതാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ വ്യാഴത്തിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സന്താനകാരകൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്രഹനിലയിൽ സന്താനങ്ങളുടെ അവസ്ഥ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് വ്യാഴത്തെ കൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വ്യാഴം നല്ല നിലയിലാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ഈ ജാതകത്തിന് നല്ല ഗുണങ്ങളുണ്ടാവും, സന്താനങ്ങൾ നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഭർത്താവ്. അതായത് സ്ത്രീ ജാതകമാണെങ്കിൽ വ്യാഴത്തെ ഭർത്താവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാം സ്ത്രീ ജാതകത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഒരാൾ ജാതകം നോക്കാൻ വേണ്ടി ഡേറ്റും ടൈമും സ്ഥലവും മാത്രം പോരാ, പിന്നെന്ത് വേണം, മെയിലോ ഫീമെയിലിനും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഭർത്താവിനെ പറ്റി അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ജാതകം നമ്മൾ ആരുടെയും നോക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ അവരുടെ ജനിച്ച സമയവും ജനിച്ച ഡേറ്റും സ്ഥലവും കൂടാതെ തന്നെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഒരു ചോദ്യത്തിനും കൂടെ ആൻസർ